Hi everyone, welcome to 30-Day English Challenge. 30 ഡേ ഇംഗ്ലീഷ് ചാലഞ്ചിൻ്റെ ഡേ 2വിലേക്ക് ഏവർക്കും സ്വാഗതം. ഡേ 1ൽ നമ്മൾ ആം, ഈസ്, ആറ് ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഡേ 2ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 ആക്ഷൻ വേർഡ്സും ആ 10 ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ച് സെൻറ്റൻസ് എങ്ങനെ പറയാം എന്നുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 10 ആക്ഷൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഇമേജിൽ കൊടുത്തതാണ് ആ 10 ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ വേർഡിൻ്റെ മീനിങ്ങും അതുകൂടാതെ അതിൻ്റെ 3 ഫോംസും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇപ്പോൾ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാമ്പിളിൽ കൂടി അത് പിന്നീട് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 10 ആക്ഷൻ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കഴിക്കുന്നു, കളിക്കുന്നു, ചെയ്യുന്നു, അവർ പോകുന്നു, ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഥവാ ഐയോ, യുവോ, വിയോ, ദേ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബേസ് വേർബ് ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഐ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നു എന്നാണ്. വി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു എന്നാണ്. ദേ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്നു എന്നാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ വേർബ് സെയിം തന്നെയാണ്. സോ വളരെ ഈസിയാണ് ഐ, യു, വി, തേയുടെ കാര്യത്തിൽ. ഇനി ചെറിയൊരു ചേഞ്ച് വരുന്നത് ഹി, ഷീ, ഇറ്റിൻ്റെ കാര്യത്തിലാണ്. അത് നമുക്ക് നോക്കാം. ഹി, ഷീ, ഇറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ കൂടെ എന്താക്കണം? എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. ഇവിടെയുള്ള എക്സാമ്പിളിൽ നമ്മൾ എസ് ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹി ഈറ്റ്സ്, ഷീ പ്ലേസ്, ഇറ്റ് റൺസ്. ഇവിടെയൊക്കെ ബേസ് ഫോം എന്ന് പറയുന്നത് ഈറ്റ്, പ്ലേ, റൺ ആണ്. ഇതിൻ്റെ കൂടെയൊക്കെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഐ, യു, വി, ദേ ആണെങ്കിൽ നമ്മൾ ബേസ് വേർബ് തന്നെ യൂസ് ചെയ്യുന്നു, ഒരു ചേഞ്ചും അതിൽ വരുത്തുന്നില്ല. എന്നാൽ ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് അതല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഐ ഈറ്റ് ആണ്. ഹീൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഹി ഈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ദേ പ്ലേ ആണ്. ഷീയുടെ കേസിൽ വരുമ്പോൾ ഷീ പ്ലേസ് ആണ്. ഡിഫറൻസ് എന്താ? ഇവിടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞത്. ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ബേസ് വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യും. ഐ, യു, വി, ദേ ആണെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റിപ്പീറ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു വോയിസ് ഓവർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ലിസൺ ചെയ്യുകയും അതിൻ്റെ കൂടെ പറയുകയും ചെയ്താൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആവുകയും ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. You drink water. You drink water. We go to work. We go to work. They play football. They play football. He eats food. He eats food. She watches TV. She watches TV. I wake up early. I wake up early. I drink water. I drink water. I go to work. I go to work. I eat food. I eat food. I watch TV. I watch TV. Day 2 done. See you tomorrow for day 3. Please like and subscribe for more videos.